എൻ്റെ ഒരു ഓർമ്മ വീഡിയോ ആണ്. ഞാൻ കൊല്ലത്തുനിന്ന് ചങ്ങനാശ്ശേരിയിൽ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ജൂണിൽ എന്തോ ആണെന്ന് തോന്നുന്നു ഈ വീഡിയോസൊക്കെ എടുത്തത്. വീട്ടിലന്ന് ഫുള്ള് മാങ്ങ പിടിച്ചിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ തന്നെ അമ്മയുടെ ഫോണും വന്നു, എനിക്കും അനിയനും. പെട്ടെന്ന് വന്നാൽ ഇഷ്ടം പോലെ മാങ്ങ കഴിക്കാമെന്ന്. അമ്മയ്ക്ക് ഞങ്ങളെ കാണണം എന്ന് തോന്നുമ്പോഴൊക്കെ ഇതേപോലെ വീട്ടിൽ ചക്ക വിളഞ്ഞിരിക്കുകയാണ്, മാങ്ങ പഴുത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അപ്പൊ തന്നെ ഞങ്ങൾ ഓടിയെത്തുമെന്ന് അമ്മയ്ക്കറിയാം. കണ്ടില്ലേ, മാങ്ങ കഴിക്കാൻ വേണ്ടി ഹൈദരാബാദിൽ നിന്ന് വരെ ആള് വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ അനിയൻ. ആള് ഹൈദരാബാദ് ഗാന്ധി ഹോസ്പിറ്റലില് ഡെർമറ്റോളജി റെസിഡന്റ് ആണ്. വീട്ടിൽ ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടാണ് ഈ വർക്ക് ഏരിയ. ഇവിടെ ഇരുന്ന് അമ്മയുടെ അടുത്ത് ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞിരിക്കും. അമ്മ രാവിലെ ചായ ഇടുന്ന പരിപാടിയില്ല. ഇതാണ് എൻ്റെ വീട്. ഞങ്ങള് വന്നോണ്ട് ചാച്ചൻ മാങ്ങയൊക്കെ പറിക്കുക. വീട്ടിൽ തട്ടിന്റെ മണ്ടയ്ക്ക് ഇങ്ങനെ കുറെ പുസ്തകങ്ങൾ അടുക്കി കെട്ടി വെച്ചിട്ടുണ്ട്. ഇതെന്താന്ന് മനസ്സിലായോ? ബാലരമ. പണ്ടൊക്കെ വെള്ളിയാഴ്ച ബാലരമ വരുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുവായിരുന്നു. രാവിലെ തന്നെ നല്ല അടിപൊളി മഴയായിരുന്നു. വീട്ടിൽ പോകുമ്പോ ഒക്കെ കുട്ടനാട് സൈഡിലേക്ക് എല്ലാവരോടും ഒരു ട്രിപ്പ്, അത് നിർബന്ധമാണ്. അവിടുത്തെ ഈ ഹരിതാപവും പച്ചപ്പും അടിപൊളിയാണെന്നേ. അങ്ങനെ മഴ മാറാനുള്ള വെയിറ്റിംഗിലായി ഞങ്ങൾ. കുട്ടനാട് ഞങ്ങൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. ഞാൻ ജനിച്ചതും എൻ്റെ ഒരു 5th സ്റ്റാൻഡേർഡ് വരെയുള്ള സ്കൂൾ ലൈഫും ഒക്കെ അവിടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു സ്ഥലമാണത്. വെള്ളവും കണ്ടവും ഒക്കെ കണ്ടപ്പോ അമ്മയുടെ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് പറയുക. അമ്മയൊക്കെ 5 മക്കളാണ്. പണ്ട് വെള്ളപ്പൊക്കം വന്ന സമയത്ത് വലിയ ഉരുളിക്കകത്ത് കയറിയിരുന്ന് തുഴഞ്ഞു പോകുന്ന കഥയും, പിന്നെ കുഞ്ഞിലെ ഒരു ദിവസം രാത്രി കിടന്നുറങ്ങേണ്ട സമയത്ത് ഉറങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വഴക്കുണ്ടാക്കിയതിന് എൻ്റെ അച്ചാച്ചൻ, അതായത് അമ്മയുടെ അച്ഛൻ, അടുക്കളയിൽ പാത്രം കഴുകിയ വെള്ളം ചെരുവത്തിലെടുത്തോണ്ട് വന്ന് ഇവരുടെ തലയിൽ കൂടെ കമത്തിയ കഥയും ഒക്കെ ഈ പറയുന്നത്. കൊച്ചാൻ്റിയൊക്കെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നെങ്കിൽ ഞാനും ലിസിയാമ്മയും കൂടെ തോട്ടിലെടുത്തിട്ട് വെച്ചിട്ട് അതിനകത്ത് അപ്പം അത് വട്ടത്തിലല്ലേ, അതിങ്ങനെ ഉരുണ്ടുരുണ്ടുരുണ്ടു കുഴഞ്ഞു 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 അത് രണ്ടുപേരെ. എനിക്ക് പേടിയായിരുന്നു വെള്ളത്തിൽ, എന്നാലും ഞാൻ കയറി ഇരുന്നിട്ടുണ്ട്. അതിങ്ങനെ കറങ്ങി കറങ്ങി വരും. ആ ചെമ്പിന്റെ അകത്താന്ന് തോന്നുന്നു പാത്രം കഴുകിയ വെള്ളം ഒഴിച്ച് ഇവരുടെ എല്ലാം പുറത്ത് അച്ചാച്ചൻ ഒഴിച്ചു. അത് ചരുവത്തില് പാത്രം കഴുകിയ വെള്ളം ഉറങ്ങാൻ കിടന്നപ്പം വഴക്ക് പിടിച്ച് ആ ചരുവ കൊണ്ടൊന്ന് ഒറ്റ ഒഴിക്കാൻ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാ ഒരു അച്ചായൻ നെല്ല് വിതയ്ക്കാൻ നിൽക്കുന്നത് കണ്ടത്. വെള്ളത്തിലിട്ട് മുള പൊട്ടിയ നെല്ലാണ് വിതയ്ക്കുന്നത്. അച്ചായന്റെ ചാക്കിലെ നെല്ലെടുത്ത് ചാച്ചൻ ഞങ്ങൾക്കത് കാണിച്ചു തരുക. വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടപ്പോ ആൾക്ക് ഭയങ്കര സന്തോഷമായി. ശരിക്കെടുത്തോന്നൊക്കെയാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. അച്ചായ നെല്ല് വിതയ്ക്കാൻ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ പയ്യെ അവിടുന്ന് തിരിച്ചു. കുറച്ച് കുട്ടനാട് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ.